പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവരിലും ഈ പ്രവചന വരം ഉണ്ട്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും പ്രവചിക്കാം. ദർശനമായിട്ടും പ്രവചനമായിട്ടും പ്രാർത്ഥനകളായിട്ടും ഈ പ്രവചന വരം നമ്മളിൽ അഭിഷേകമാകണം. അപ്പോൾ ആദ്യം തന്നെ അതിനുവേണ്ടി ഒന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. പ്രവചനവരം നമ്മളെല്ലാവരിലും അഭിഷേകമാകാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു പ്രവചനത്തിനായിട്ട് കാതോർക്കാം. ഒരു പ്രവചനം വരുന്നു. നിന്റെ ദൈവമായ കർത്താവ് തന്നെയാണ് നിന്റെ മണവാളൻ. ഞാൻ നിന്നിൽ വസിച്ചുകൊണ്ട് നിന്നെ എന്റെ മണവാട്ടിയാക്കിയിരിക്കുന്നു. നിങ്ങളെല്ലാവരും എന്റെ മണവാട്ടിമാരാണ്. ഞാൻ നിങ്ങളുടെ മണവാളനാണ്. അത്രയ്ക്ക് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ നിങ്ങളെ വിശുദ്ധീകരിച്ച് എന്റെ ആത്മാവിനോട് ഞാൻ ചേർത്ത് നിർത്തിയിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് മോചനദ്രവ്യം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് മോചനദ്രവ്യം നൽകി നിങ്ങളുടെ ആത്മാവിൽ എന്റെ മുദ്ര കുത്തിയിരിക്കുന്നു. ആർക്കും നിങ്ങളെ എന്നിൽ നിന്ന് അകറ്റുക സാധ്യമല്ല. എന്റെ വിമോചനാത്മകമായ നീതിയിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ആ നീതി നിങ്ങളിലേക്ക് സൗജന്യമായി ഞാൻ ഒഴുക്കുന്നു. എന്റെ നീതിയിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. ഞാൻ സൗജന്യമായി നിങ്ങളെ നീതീകരിച്ചിരിക്കുന്നു. അതാണ് എന്റെ അത്യുന്നതമായ പ്രവൃത്തി. അത് നിങ്ങൾ അനുഭവിക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പകരുന്നതാണ് ത്രിവിധാഭിഷേകത്തിന്റെ പ്രധാന ദൗത്യം. എന്റെ പൗരോഹിത്യ ദൗത്യം, എന്റെ രാജകീയ ദൗത്യം ശുശ്രൂഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അധികാരം പുലർത്താനോ മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാനോ അല്ല. എനിക്കറിയാം എല്ലാ മനുഷ്യരെയും. ഞാൻ അവരെ സ്നേഹിക്കുന്നു. അവരായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ സ്നേഹിക്കുന്നു. അവരിൽ എന്റെ ത്രിവിധാഭിഷേകത്തെ ഞാൻ തുറക്കുന്നു. പൗരോഹിത്യാഭിഷേകം, രാജകീയ അഭിഷേകം, പ്രവാചകാഭിഷേകം ഞാൻ തുറക്കുന്നു. എന്റെ വാത്സല്യഭാചരങ്ങളെ, നിങ്ങൾ ശക്തരാകുവിൻ. നിങ്ങളിൽ എന്റെ അത്യുന്നതമായ ശക്തിയുടെ വെള്ളച്ചാട്ടം ഞാൻ തുറക്കുന്നു. വെള്ളച്ചാട്ടം പോലെ എന്റെ ത്രിവിധാഭിഷേകത്തെ ഞാൻ തുറക്കുന്നു. അതിനുവേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കുവിൻ. അത് നിങ്ങളിൽ ജ്വലിക്കട്ടെ. അത് നിങ്ങളിൽ പുത്തൻ ചക്രവാളങ്ങൾ തുറക്കും. ഇനിയും വളരെയധികം ദൗത്യബോധം നമുക്കുണ്ടാകണം. നിങ്ങളിൽ വലിയ ദൗത്യമുണ്ട്. നിങ്ങളിൽ ഞാൻ വരദാനങ്ങൾ മാത്രമല്ല നൽകിയിരിക്കുന്നത്, അതുപയോഗിച്ച് ചെയ്യേണ്ട ദൗത്യങ്ങൾ നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തും. എന്റെ ദൗത്യത്തിന്റെ തന്നെ ഭാഗമാണത്. വാത്സല്യഭാചനങ്ങളെ, ഞാൻ നിങ്ങളെ ഇതാ പ്രത്യേകമായി അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ തീഷ്ണതയെ ഞാൻ ബഹുമാനിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹത്തെ ഞാൻ പൂർത്തീകരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, സ്തുതിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രവചനത്തെ പൂർണ്ണമായി വിശ്വസിക്കാം. അതേ കർത്താവേ, ഇതാ ഈ പ്രവചനത്തിന്റെ കൺഫർമേഷനായിട്ടുള്ള രോഗശാന്തി പ്രധാനമായിട്ട് ഇപ്പൊ കാണുന്നത്
എലിയിലുള്ള വേദന കർത്താവ് സുഖപ്പെടുത്തുന്നു. അതുപോലെ ബാക്ക് പെയിൻ സുഖപ്പെടുത്തുന്നു, തലവേദന സുഖപ്പെടുത്തുന്നു. ഇനിയുമുണ്ട്, പക്ഷേ ഈ പ്രധാനമായി 3 കാര്യങ്ങളാണ്.